ഞാൻ പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊന്നും അർത്ഥമില്ല. അതാണ് കാരണം. ഇത് നിർത്തിയേച്ച് പോകാം എന്നുള്ള പല പ്രാവശ്യം ഞാൻ ഡിസിഷൻ എടുത്തിട്ടുണ്ട് പല രാത്രികളിലും. പക്ഷേ പിറ്റേ ദിവസം വേണ്ട, ചിലപ്പോൾ നാളെ ആയിരിക്കും. അതാണ് എപ്പോഴും പണിയെടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും പണിയെടുക്കുന്നുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങളായിട്ട് തുടർന്നിട്ടുമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ മുമ്പേ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ഞങ്ങൾ പണ്ട് അസീസിക്കയുടെ മറ്റേ സ്കിറ്റ് കണ്ടിട്ട് അത് പേപ്പറിൽ എഴുതി സ്കൂളിൽ കളിച്ചവരാണ്. ഇന്നിപ്പം ഇപ്പൊ എന്റെ പടത്തിൽ എന്റെ അപ്പനായിട്ട് അസീസിക്ക കഴിക്കുന്നത്. അന്നത്തെ ആ സ്കിറ്റിന്റെ ജഡ്ജായിരുന്നു നസീർക്ക. സോ ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ ഇത്രയും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇപ്പൊ അവര് കൂടെ ഒക്കെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ എന്താ പറയുന്നത്, പണിയെടുത്തതിന്റെ ഫലമാണെന്ന് ചോദിച്ചു. അല്ലാതെ മറ്റൊരു മാജിക്കും ഇല്ല. ആരും പണിയെടുത്തോണ്ടാണ്.